ഞാൻ ചെയ്ത വീഡിയോക്ക് താഴെ വന്നൊരു കമന്റ്, അതായത് ഭർത്താക്കന്മാരെ പിച്ചച്ചട്ടി എടുപ്പിക്കുന്ന, ഭർത്താക്കന്മാരെ ദരിദ്രരാക്കുന്ന, കുടുംബം തന്നെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തി കളയുന്ന ചില ദുർഗുണങ്ങളുള്ള ദുസ്വഭാവമുള്ള ഭാര്യമാരുണ്ട്. ആ സ്വഭാവങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് വന്ന ഒരു കമന്റ്, ഭാര്യമാരെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഭർത്താവിൻ്റെ ഉമ്മ അങ്ങനെയാണെങ്കിലോ. ഭർത്താവിൻ്റെ ഉമ്മ ഒരു മരുമോളെ കമൻ്റാണ്. ഭർത്താവിൻ്റെ ഉമ്മ ഭാര്യയാണ്, മരുമോളായിരുന്നു, ഇപ്പോൾ ഭാര്യയാണ്. നിർഭാഗ്യവശാൽ പറയട്ടെ, പാവപ്പെട്ട പെൺകുട്ടികളെ കണ്ണീര് കുടിപ്പിക്കുന്ന ഒരുപാട് അമ്മായിമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാഹു തആല പകരം അതിന് നിങ്ങളും കണ്ണീര് കുടിച്ചേ ഈ ഭൂമി ലോകത്ത് നിന്ന് അല്ലാഹു തആല നിങ്ങളെ തിരിച്ചു വിളിക്കുള്ളൂ. ആഖിറത്തിൽ വേറെയും അനുഭവിക്കേണ്ടി വരും. ഉമ്മമാരോടാ പറയണത്. മഹത്തായ അനുഗ്രഹീതമായ പദവി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഉമ്മ എന്നുള്ള സ്ഥാനം മക്കൾക്ക് കാലിനടിയിൽ സ്വർഗം കൊണ്ട് നടക്കുന്നവളാണ്. അനുഗ്രഹീതമായ സ്ഥാനത്തിനുടമയാണ്. ആ അനുഗ്രഹീതമായ അലങ്കാരം നൽകി അള്ളാഹു ബഹുമാനിച്ച, അള്ളാഹു അലങ്കരിച്ചു നൽകിയ ആ ഒരു നാമം കളങ്കപ്പെടുത്തിയാൽ അത് അള്ളാഹു ചോദിക്കന്നെ ചെയ്യും, ഇവിടെയും നാളെ പരലോകത്തും. മക്കൾക്കിടയിൽ, മരുമക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. ഉമ്മാക്ക്, അതായത് വീട്ടിലെ ഭർത്താവിൻ്റെ ഉമ്മാക്കോ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉപ്പാക്കോ അസുഖങ്ങൾ വന്നാൽ ഈ പാവം പെൺകുട്ടി വേണം അവരെ ശുശ്രൂഷിക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ ഈ പെൺകുട്ടിക്ക് അസുഖം വന്നാൽ, മരുമോൾക്ക് അസുഖം വന്നാൽ വീട്ടിലേക്ക് പറഞ്ഞേക്കുക, നീ പോയിക്കോ, അസുഖം മാറിയിട്ട് വന്നാൽ മതിയെന്ന്. എന്തൊരു ക്രൂരതയാണ്. അതുപോലെ സ്വന്തം ആൺമക്കളുടെ മക്കളെ ഒരു കണ്ണുകൊണ്ട്, സ്വന്തം പെൺമക്കളുടെ മക്കളെ സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട്, മറ്റത് വെറുപ്പിൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന ഉമ്മമാർ, ഉപ്പമാർ. അതുപോലെ തന്നെ സ്വന്തം മരുമക്കൾ ഗൾഫിലേക്ക് ഭർത്താവിൻ്റെ അടുക്കൽ പോകുമ്പോൾ, അതായത് സ്വന്തം മോൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ വളരെ സങ്കടപ്പെട്ട് ദേഷ്യത്തോടെ ഒരു ശത്രുവിനെ പോലെ പെരുമാറുന്ന ഒരവസ്ഥ. സ്വന്തം പെൺമക്കളാണ് മരുമക്കളടുത്തേക്ക്, മരുമോൻ്റെ അടുത്തേക്ക് പോകുന്നതെങ്കിൽ ഹാപ്പിയാണ്, സന്തോഷവതിയാണ്. അങ്ങനെയുള്ള ഈ ദുസ്വഭാവമുള്ള ഉമ്മമാരെക്കുറിച്ച്, അമ്മായിമ്മമാരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത്തരം ഉമ്മമാരെ അല്ലാഹു തആല നാളെ പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, ആ മഹത്തായ പദവിയെ കളങ്കപ്പെടുത്തിയതിന്. ഉമ്മ എന്ന് പറയുന്ന പേര് അത് അള്ളാഹു ആദരിച്ച് നൽകിയ പേരാണ്. നമ്മളാരും നൽകിയ പേരല്ല, അള്ളാഹു നൽകിയ പേരാണ്. അതെന്തുകൊണ്ടാണ്? അത്രത്തോളം സ്നേഹത്തിൻ്റെ കടലായിരിക്കണം ഉമ്മ. ആൺമക്കളെന്നോ പെൺമക്കളെന്നോ, ഉള്ളവൻ്റെ മക്കളെന്നോ ഇല്ലാത്തവൻ്റെ മക്കളെന്നോ, അതല്ലെങ്കിൽ മരുമകനെന്നോ മരുമകളെന്നോ വേർതിരിവില്ലാതെ സ്നേഹത്തോടെ കാണാൻ ഉമ്മാക്ക് കഴിയണം. അതാണ് ഉമ്മ, അതാണ് ഉപ്പ. അനുഗ്രഹീതമായ സ്ഥാനത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഭർത്താവിനെ ദരിദ്രരാക്കുന്ന ചില ഭാര്യമാരെ കുറിച്ചാണ്, അവരുടെ സ്വഭാവത്തെക്കുറിച്ച്. അതിലൊന്നാമത് നമ്മൾ പറഞ്ഞു രോഗിയായി അഭിനയിക്കുക എന്ന്. ഭർത്താവിന് എങ്ങനെയെങ്കിലും കാശ് ചെലവാക്കിക്കുക, കുത്തുവാളെടുപ്പിക്കുക. അതിനെന്ത് വേണം? ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക. ഓൺലൈൻ കാലമാണല്ലോ, ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് ചെലവ് കൂട്ടുക, ഉള്ള വീടിൻ്റെ പത്രാസ് കൂട്ടുക, മറ്റുള്ളവരിലേക്ക് നോക്കി. അങ്ങനെ ഭർത്താവിൻ്റെ ചെലവ് അധികരിപ്പിക്കുന്ന പെണ്ണ്, സൗന്ദര്യവർദ്ധിത വസ്തുക്കളും അതും ഇതൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് ഭർത്താവിൻ്റെ ചെലവ് ഒരു മാസം, അതായത് അവന് കുടുംബം പോറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, വർദ്ധിച്ച ചെലവിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഭാര്യ, അത് ഭർത്താവിനെ ദരിദ്രനാക്കും. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുക. ഒരിക്കലും പാടില്ല. ഭർത്താവിൻ്റെ ഉമ്മയെ നോക്കിയത്, അതായത് ഉമ്മാനെ നോക്കിയത്, ഉപ്പായെ നോക്കിയത്, അതുപോലെ ചെയ്ത ഗുണങ്ങളൊക്കെ എടുത്തു പറയുക. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, അത് എടുത്തു പറയുക. ഒരിക്കലും പാടില്ല. അങ്ങനെ എടുത്തു പറയുന്നവരുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കൂലെന്ന്. പിന്നെ നമ്മൾ പറഞ്ഞത് അണിഞ്ഞൊരുങ്ങുക, അതായത് ഭർത്താവിൻ്റെ മുന്നിലല്ലാതെ അണിഞ്ഞൊരുങ്ങുക. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഒരു ഹദീസിൽ. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന സഹോദരിമാരോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഭർത്താക്കന്മാർ, ചില പെണ്ണുങ്ങൾ പറയുന്ന എൻ്റെ ഭർത്താവിന് യാതൊരു കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നമുക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് ചില സ്ത്രീകൾ, പക്ഷെ അവർ നഗ്നരാണ്.
എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും അന്യപുരുഷൻ കാണുന്ന രീതിയിൽ, കണ്ടാസ്വദിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണ. അത്തരം സ്ത്രീകളെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല, മാത്രമല്ല വലാ യജിദ്ന റീഹഹ, സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് കിട്ടൂലെന്ന്. അപ്പം അതുകൊണ്ട് എൻ്റെ ഭാര്യ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ സഹോദരി, ഇവരൊക്കെ ദീനിന്റെ ചട്ടക്കൂട്ടിൽ വളർത്തേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. അത് അനുസരിക്കേണ്ട ഒരു ഭാര്യയെ സംബന്ധിച്ച്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ പുറത്തിറങ്ങുമ്പോൾ ഭർത്താവിന്റെ സമ്മതത്തോടെ ഔറത്ത് മുഴുവനും മറച്ചവളായിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സ്ത്രീ അവളുടെ സൗന്ദര്യം അവൾ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് ഭർത്താവിന്റെ മുന്നിലാണ്. അന്യ പുരുഷന്മാരുടെ ഇടയിലേക്ക് ഔറത്ത് മറക്കാതെ ഇറങ്ങുന്ന പെണ്ണ് ശപിക്കപ്പെട്ടവളാണെന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സഹോദരിമാരെ, ഭർത്താവിനെ കുത്തുവാള എടുപ്പിക്കുന്ന, ഭർത്താവിനെ പിച്ചക്കാരനാക്കുന്ന, ഭർത്താവിനെ ദരിദ്രനാക്കുന്ന ഭാര്യയുടെ മൂന്നാമത്തെ ദുസ്വഭാവമാണ് ഭർത്താവിന്റെ മുന്നിലല്ലാതെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് പുറത്തേക്ക് പോവുക. നാലാമത് നമ്മൾ പറഞ്ഞ കാര്യമാണ് ശാരീരിക ബന്ധത്തിന് ഭർത്താവ് വിളിക്കുമ്പോൾ അതിന് വിസമ്മതിക്കുക. ഒരു കുഴപ്പമില്ല, യാതൊരു ശാരീരികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പക്ഷെ ഭർത്താവിനോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വിയോജിപ്പ്, ബുദ്ധിമുട്ട്, വെറുപ്പ്, അതും പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഭർത്താവിനെ വല്ലാതെ വിഷമത്തിലാക്കുന്ന, കുടുംബത്തിനെ തന്നെ ദരിദ്രതയിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവങ്ങളാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരെ കൂടി കേൾപ്പിക്കണം. അല്ലാഹു തആല നമ്മുടെ ഉമ്മമാർക്കൊക്കെ മക്കളെ സ്നേഹിക്കാനും ആ ഉമ്മമാരുടെ കുരുത്തവും പൊരുത്തവും അനുസരിച്ച് ജീവിക്കാനൊക്കെയുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്.